അത് പ്രതിപാദിക്കുന്നത് യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. 2022 ഈ ബുക്ക് ഇറക്കിയത്. ഇതാണ് ആ ബുക്ക്. ആമസോണിലുണ്ട്. അതിൽ റിവ്യൂ എഴുതിയിട്ടുള്ളത് സ്റ്റീവ് ജി ജോൺസ് ആണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ സൂപ്പർമാൻ സിനിമയിലൊക്കെ അഭിനയിച്ച ആക്ടേഴ്സിനൊക്കെ ഹിപ്നോതെറാപ്പി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അത്രയും പ്രശസ്തനായ ഒരു വ്യക്തി നമ്മൾക്ക് ഒരു റിവ്യൂ തരിക എന്ന് പറയുന്നത് തന്നെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കരുതും. നമ്മളെ മനസ്സിനെ ഒരുക്കുന്ന 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഈ 3 മാസം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. നമ്മിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ ഇതൊക്കെ ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നെഗറ്റിവിറ്റിയെ മൊത്തം മാറ്റുക. പിന്നെ എന്ത് വേണം? പോസിറ്റിവിറ്റി അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. റെഡ് കളറിൽ മഹീന്ദ്ര 3XO എന്ന് പറയുന്നൊരു മോഡൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഒരു അബ്രപാളിയിൽ എന്ന പോലെ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ കാറാണ് എൻ്റെ മുന്നിൽ. ലൈറ്റ് തെളിക്കുന്നു, കാർ കൊണ്ട് ഞാൻ പാഞ്ഞു പോകുന്നു, ഞാൻ അതിൻ്റെ കംഫർട്ട് ആസ്വദിക്കുന്നു, അതിലെ വെച്ചിരിക്കുന്ന വാസന അറിയുന്നു. ഇതെല്ലാം ഞാൻ മനസ്സിൽ ഫീൽ ചെയ്ത് വിത്തിൻ 3 months ഞാൻ ആ കാർ പർച്ചേസ് ചെയ്യും. ഇന്ന് നമ്മളോടൊപ്പം ബിനോയ് ജോൺ സാറാണ്. അദ്ദേഹം മൈൻഡ് തെറാപ്പിസ്റ്റ് ആണ്, പിന്നെ കുണ്ടലിനി യോഗ ഇൻസ്ട്രക്ടറാണ്, റേക്കി പ്രാണി ഹീലിംഗ്, NLP, EFT അങ്ങനെ കുറേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. സർ നമസ്കാരം. നമസ്കാരം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ അതിന്റെ പുറകെ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ സാർ അതിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് കേട്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ്റെ കേസുകൾ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു രഹസ്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ പുറകെ തപ്പിപ്പിടിച്ച് പോയതാണ് ഞാൻ. കാണുന്ന സ്വപ്നങ്ങൾ നടക്കുന്നു, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണുമല്ലോ. അപ്പോൾ അങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ടാണ് യൂണിവേഴ്സൽ ലോസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാപഞ്ചികമായ നിയമങ്ങൾ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൽ ഒന്ന് മാത്രമാണ്. ഇതിലധികം ഒരുപാട് ലോസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെർമെറ്റിക് ലോസിൽ പറയുന്ന പോലെ ആസ് എബോ സോ ബിലോ, ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്. മേലെ എന്തുണ്ടോ, അതായത് അന്തരീക്ഷത്തിൽ അപ്പുറം എന്തുണ്ടോ, ഒരു ഇന്നർ വേൾഡിൽ എന്തോ, അതൊക്കെ താഴെയുണ്ട് എന്ന് പറയുമ്പോൾ, ഭൂമിയിലും ഉണ്ടെന്ന് പറയുമ്പോൾ കാണാത്തൊരു ലോകത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ യൂണിവേഴ്സുമായിട്ട് സംവദിക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് എല്ലാത്തിനും ഊർജത്തെ കേന്ദ്രീകരിച്ചാണ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് അട്രാക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കാറാണെന്ന് വിചാരിക്കാം. ഇപ്പം ഞാനൊരു പുതിയ കാർ എടുത്തിട്ടുണ്ട്. ആ കാറ് ഞാൻ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കാറ് എന്നുള്ളൊരു ചിന്ത മാത്രമേ ആദ്യം ഉണ്ടായുള്ളൂ. പിന്നീട് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വ്യക്തമായിട്ട് ഓരോ കാറുകളും എടുത്ത് പഠിക്കുകയാണ്. എൻ്റെ ഇൻട്രസ്റ്റിന് പറ്റിയ കാറുകൾ, എൻ്റെ ബഡ്ജറ്റിനൊത്ത കാറുകൾ, അതിൻ്റെ റിവ്യൂസ് കാണുകയാണ്. വ്യക്തമായിട്ട് കണ്ട് റെഡ് കളറിൽ മഹീന്ദ്ര 3XO എന്ന് പറയുന്ന ഒരു മോഡൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഒരു അബ്രപാളിയിൽ എന്ന പോലെ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ കാറാണ് എൻ്റെ മുന്നിലും എപ്പോഴും. ലൈറ്റ് തെളിക്കുന്നു, കാർ കൊണ്ട് ഞാൻ പാഞ്ഞു പോകുന്നു, ഞാൻ അതിൻ്റെ കംഫർട്ട് ആസ്വദിക്കുന്നു, അതിലെ വെച്ചിരിക്കുന്ന വാസന അറിയുന്നു. ഇതെല്ലാം ഞാൻ മനസ്സിൽ ഫീൽ ചെയ്ത് വിത്തിൻ 3 months ഞാൻ ആ കാറ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് ഈ മാനിഫെസ്റ്റേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് ഡിഫിക്കൽട്ടാണ്. ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, ഇതിനകത്ത് ലോ ഓഫ് ജെൻഡർ, ലോ ഓഫ് റെസിപ്രോസിറ്റി, അങ്ങനെ ഒരുപാട് ലോ ഓഫ് യിങ് യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം തന്നെ എങ്ങനെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് പറയുന്ന ഒരു 90 ദിവസത്തെ പ്രോഗ്രാമാണ്, ഒരു മെന്ററിങ് കോഴ്സാണ്. ഓൺലൈനാണ്. ഓൺലൈനിൽ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി. ഓൾറെഡി ചെയ്ത ക്ലാസ്സുകളുണ്ട്. ആ റെക്കോർഡ് ഇട്ടാൽ പോലും അവർക്കത് ലൈവായിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. സൂമിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ കാറ് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു ഹീലർ ആവുന്നത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. ഞാനൊരു HR മാനേജറായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ഈ ഒരു തലത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് മുതലേ ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ ഒരു 2 വർഷം ഉണ്ടായിരുന്നു. അവിടെയും HR ഫീൽഡിലായിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഒരു ഹോസ്പിറ്റലിലായിരുന്നു, കുവൈറ്റിലായിരുന്നു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെ വരണം, ഇതിലേക്ക് തന്നെ വരണം എന്നുള്ള ഒരു ത്വര, ഒരു എർജ് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ അതായി മാറണമല്ലോ. ഞാൻ അതായി മാറണമെങ്കിൽ എനിക്ക് അതിനുള്ള യോഗ്യത വേണ്ടേ. അപ്പോൾ ആ യോഗ്യതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം?
ഞാൻ പണിയെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് 150-150 വിദേശ ട്രെയിനേഴ്സിനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. 150 സർട്ടിഫിക്കറ്റ്സ് എനിക്കുണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള. എൻ്റെ കോഴ്സുകൾ രജിസ്റ്റേർഡ് കോഴ്സുകളാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയിൽ. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് റേക്കിക്കാണെങ്കിലും ഏത് കോഴ്സിന് വേണമെങ്കിലും കൊടുക്കാം, പ്രാക്ടീസ് ചെയ്യാം. യെസ്, അവിടെ ലൈസൻസ് എടുക്കാനോ ഇൻഷുറൻസ് എടുക്കാനോ നമ്മുടെ സർട്ടിഫിക്കറ്റ് ധാരാളം മതി. ഒരാൾ അയർലൻഡിലുണ്ട്, UK നമ്മൾ റേക്കി കോഴ്സ് ചെയ്തു, അയാൾക്ക് റേക്കി ഹീലർ ആവണം, എൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ സുഖമായിട്ട് അവർക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് ഇതിനും കൊടുക്കാറുണ്ട്. മാനിഫെസ്റ്റേഷൻ്റെ കോഴ്സിന് ഈ 90 ദിവസം എന്ന് പറയുന്നത് 4 പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കൃഷിഭൂമി എങ്ങനെ തയ്യാറാക്കുന്നു അതുപോലെ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കണം. ഒരു കൃഷിഭൂമിയാണെങ്കിൽ എങ്ങനെയാണ്, ആ കൃഷിഭൂമി കള നിറഞ്ഞു കിടക്കുക, ആവശ്യമില്ലാത്ത കുറേ ചെടികൾ സസ്യജാലങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഇതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാക്ടറും ഒക്കെ ഉപയോഗിച്ച് ഉഴുത് മറിച്ച് നമ്മൾ ഇതിനെല്ലാം ക്ലീൻ ചെയ്യുന്നു. എന്നിട്ടാണ് വിത്തെറിയുന്നത്. എങ്കിൽ മാത്രമാണ്. പിന്നെ വിത്തിട്ടിട്ട് കൊടുത്തിട്ട് വെറുതെ മതിയോ? അതിനനുകൂലമായ ചൂട് അല്ലേ, സൂര്യപ്രകാശം, അതിന് വേണ്ട വളം, ഇതെല്ലാം ഇട്ട് കൊടുത്താലേ ഇത് വളരുള്ളൂ. എന്നിട്ടാണ് അതിൽ നിന്ന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ ഒരൊറ്റ വിത്താണ് അല്ലേ, ഒരു മാങ്ങാണ്ടിന്ന് നമ്മൾ തമാശയ്ക്ക് പറയുന്നത്. അത് ആ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒരു സമയമുണ്ട്, അതിന് ഉടനെ തന്നെ വിടർന്നു വരൂ. ആ സമയത്തിന് അതാണ് പറയുന്നത്, ഒരു ജസ്റ്റേഷൻ പീരീഡ് എല്ലാത്തിനും ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആയിരക്കണക്കിനോ അതിലപ്പുറമാണ് മാങ്ങ. അത് എത്രയോ വർഷമാണ്. ഇത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പ്രകൃതി നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങളാണിത്. അപ്പൊ ഇവിടെ നമ്മളെ മനസ്സിനെ ഒരുക്കുന്ന 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഈ 3 മാസം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ആദ്യത്തെ 20 ദിവസം കൊണ്ട് ഇത് പഠിപ്പിക്കും, ബാക്കി ഇവർക്ക് സപ്പോർട്ട് കൊടുക്കും. അതിന് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ വിസ്മയ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ വിസ്മയക്ക് കോള് വരും, ഇന്ന പ്രോസസ്സ് നിങ്ങൾ ചെയ്തോ, അതിന്റെ ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും. അപ്പൊ നമ്മൾ ചെയ്തോ ഇല്ലയോ, അപ്പൊ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ആയി. അങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ഇതൊക്കെ ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. കാരണം ഇന്ന് ഇരിക്കുന്ന ഞാനും അല്ലെങ്കിൽ വിസ്മയ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് ഇന്ന് വരെ കണ്ടത്, കേട്ടത്, അനുഭവിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ആകെ തുകയാണ് ഇന്നിരിക്കുന്ന നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പയ്യന് ഫിയർ ഫാക്ടർ ഉള്ളത് വേറൊരു രംഗം കണ്ടപ്പോൾ അത് അധികരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഫിയർ ഫാക്ടർ എടുത്തു കളയാതെ അവൻ്റെ പ്രശ്നം മാറും. അല്ലാതെ എന്തെല്ലാം പോസിറ്റീവ് അഫർമേഷൻ കൊടുത്താലും അവന് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഒരിക്കലും പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവായിട്ടുള്ള ഇതെല്ലാം എനർജി ഫോമിലാണ് നിലനിൽക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ബ്രെയിൻ റീവയറിംഗ് ടെക്നിക്കാണ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയെ കളയാനുള്ള ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്, അത് രഹസ്യമാണ്, നമ്മളത് വെളിപ്പെടുത്തുന്നില്ല. ആ ഫ്രീക്വൻസിയിലുള്ള മ്യൂസിക് നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് കൊടുക്കും. അത് ജസ്റ്റ് കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ നമ്മളുടെ ബ്രെയിൻ പോസിറ്റീവ് ആവും, നെഗറ്റിവിറ്റി മൊത്തം നമ്മൾ വിട്ടു പോകും. ആ തലത്തിലെ മ്യൂസിക് തെറാപ്പിയുടെ അഡ്വാൻസ് ലെവലാണ്, ഫ്രീക്വൻസി തെറാപ്പിയാണ്. അഡ്വാൻസ് ലെവൽ സൗണ്ട് ഫ്രീക്വൻസി തെറാപ്പിയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ഈ മനസ്സിൽ എന്തൊക്കെയാണ് നമ്മുടെ ചിന്തകൾ, നെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വർക്ക് ചെയ്യാനുള്ള വർക്ക് ബുക്ക് ഉണ്ട്. ആ വർക്ക് ബുക്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസമുണ്ട്. അത് ഔട്ട് ഓഫ് 100 എത്ര വരുന്നു നമ്മുടെ മാർക്ക് നോക്കും. എന്നിട്ട് ഓരോന്നിനെയും നമ്മൾ തെറ്റായിട്ടുള്ളതിനെ ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വർക്കും ഉണ്ട് അതിന്. അപ്പോൾ ഈ ഫ്രീക്വൻസി 21 ദിവസമാണ്. 21 × 4 സ്റ്റെപ്പുള്ള പ്രോസസ്സാണ്. അപ്പോൾ 21 × 4 എന്ന് പറയുമ്പോൾ 84 ഡേയ്സ് വരും. ഓൾ ടുഗദറാണ് ഞാൻ 90 ഡേയ്സ് എന്ന് പറയുന്നത്, അതായത് 3 മാസം. കാരണം സാധാരണക്കാരനായവൻ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നെഗറ്റിവിറ്റിയെ മൊത്തം മാറ്റുകയാണ്. പിന്നെ എന്ത് വേണം? പോസിറ്റിവിറ്റി അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും നിറയ്ക്കുന്ന വർക്കും ഉണ്ടാവും, റൂട്ടീൻ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ അതിനുള്ളൊരു സെപ്പറേറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ 4 സ്റ്റെപ്പിന് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസി കേൾക്കുന്നതിനൊപ്പം ഈ വർക്കുകൾ ചെയ്യാന്നുള്ളതാണ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ളത്. 3ാമത്തെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ കൃഷിയിൽ എന്താ ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ വളം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ബൂസ്റ്റിംഗ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീക്വൻസി നമ്മുടെ ബ്രെയിനിൽ കൂട്ടുന്ന രീതിയിലുള്ള ബ്രെയിൻ ഫ്രീക്വൻസി മ്യൂസിക് ഉണ്ടാവും, അതിനുള്ള വർക്ക് ഉണ്ടാവും, റൂട്ടീൻ ഉണ്ടാവും. അപ്പോൾ മോർണിംഗിൽ ചെയ്യേണ്ടത്, ആഫ്റ്റർനൂണിൽ ചെയ്യേണ്ടത്,
ഈവനിങ്ങിൽ ചെയ്യേണ്ട ഒക്കെ നമ്മൾ അവരെ പഠിപ്പിക്കും. അവർ ചെയ്യണം, ചെയ്താലേ ഫലം കിട്ടുള്ളൂ, നമുക്ക് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 3ാമത്തെ പ്രോസസ്സ് കഴിഞ്ഞു. 4ാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നമ്മളിത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ ഇതൊന്നും നമുക്ക് വരില്ല. യു ടേൺ എടുത്ത് പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ, ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്പ് എന്ന് പറയും, അത് നഷ്ടപ്പെടുന്ന അവസ്ഥ വരണ്ടെങ്കിൽ നമ്മളത് റിസീവ് ചെയ്യാൻ തയ്യാറാവണം. ഇപ്പം ഞാനിത് കൃഷി നടത്തിയിട്ടുണ്ടാവുന്ന വിളയെല്ലാം എടുത്ത് അത് വിറ്റ് കാശുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് വല്ല ഫലവും കിട്ടും. അപ്പോൾ അവിടെ റിസെപ്റ്റിവിറ്റി കൂട്ടുക എന്നുള്ള അതിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അങ്ങനെ 4 ഫ്രീക്വൻസി 21 ദിവസം ഓരോന്നും വെച്ചിട്ട് നമ്മൾ ചെയ്യണം. കാരണം മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ട ഒരു മിനിമം 21 ഡേയ്സ് ആണ്. 21 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, 22nd ഡേ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾ തുടർച്ചയായിട്ട് 21 ദിവസം കാലത്ത് 5 മണിക്ക് എണീറ്റ് നോക്കി, അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റ് നോക്കി. എന്തിന് 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ആ സമയമാകുമ്പോൾ താനെ കണ്ണു തുറക്കും. അപ്പം അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന റീവയറിംഗ് ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് ലെവലിലുള്ള കോഴ്സുകൾ, ടി ഹാർവെക്കറിൻ്റെ കോടീശ്വര രഹസ്യങ്ങൾ എന്ന് പറയുന്ന ബുക്കുണ്ട്. ടി ഹാർവെക്കറിൻ്റെ കോഴ്സ് 3 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കെൻ ഹോണ്ട അരിഗാത്തോ മണി എന്ന് പറഞ്ഞിട്ടുള്ള ആ വേർഡ് വന്നത് തന്നെ, അരിഗാത്തോ എന്ന് പറയുന്നത് ജാപ്പനീസ് വേർഡാണ്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ താങ്ക് യു എന്ന് പറയുന്ന. അപ്പോൾ ആ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. മരീസ പേറിൻ്റെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. സ്റ്റീവ് ജി ജോൺസിൻ്റെ 45 കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് എൻ്റെ ബുക്കിന് റിവ്യൂ എഴുതിയിട്ടുള്ളത്. സ്റ്റീവ് ജി ജോൺസ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 പ്രോസസ്സ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തത്. ഇത് കൂടാതെ NLP ടെക്നിക്സും EFT ടെക്നിക്സും ഇവരെ പഠിപ്പിച്ചു കൊടുക്കും. മനസ്സിനെ കൺട്രോൾ NLPയും EFTയും ഇവരെ പഠിപ്പിച്ചു കൊടുക്കും. സെപ്പറേറ്റ് കോഴ്സ് ആണെങ്കിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ്റെ കോഴ്സിന് ഇച്ചിരി അതിന് വാല്യൂ കൂടുതലാണ്. കാരണം അതിന് ഫലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി മാത്രമല്ല ഇതുപോലുള്ള തെറാപ്പിയും കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പം മനസ്സിന് വളരെയധികം ഫിയർ ഫാക്ടർ ഉള്ള ഒരാളെ പെട്ടെന്ന് മാറ്റാനൊക്കില്ല. അപ്പം അതിൻ്റെ ഒപ്പം ഫ്രീക്വൻസിയുടെ ഒപ്പം ഈ EFT ടാപ്പിംഗ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ പല കോഴ്സുകളുടെ ഒരു ബണ്ടിലാണ് ഞാൻ കൊടുക്കുന്ന മാനിഫെസ്റ്റേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അത് മിക്കവാറും ഈ കൊല്ലം ഞാൻ ഒരു 1-2 മാസത്തിനുള്ളിൽ അത് ലോഞ്ച് ചെയ്യും. ആ കോഴ്സ് ലോഞ്ച് ചെയ്യും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ ഉണ്ടാവും. ഓൺലൈനിലായിരിക്കും, സൂമിലൂടെ ആയിരിക്കും അത് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 21 ദിവസം ഇവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. പിന്നീടുള്ള ദിവസങ്ങൾ ഇവർ സ്വയം അത് ചെയ്ത് അവരെ നമ്മൾ മോണിറ്റർ ചെയ്യും. അതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെൻറ്ററിങ് പ്രോസസ്സാണ്. അല്ലാതെ നമ്മൾ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരു ക്ലാസ് കണ്ടുകൊണ്ടോ എന്തെങ്കിലും കേട്ടുകൊണ്ടോ ഒന്നും നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. ഞാൻ പറയട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര പേർക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട്. അവരിലുള്ള നെഗറ്റിവിറ്റി കളയാതെ ഇതൊന്നും നടക്കില്ല. ഫസ്റ്റ് പ്രോസസ്സ് അതാണ്. അപ്പോൾ ഇത് വളരെ ശാസ്ത്രീയമാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള സൗണ്ട് ഫ്രീക്വൻസി തെറാപ്പി കൂടി നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തെറാപ്പി മെത്തേഡ്സ് EFT പോലുള്ള അതും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു കോഴ്സ് വേറെ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ പഠിച്ച എത്രയോ കോഴ്സുകളുണ്ട്. ഒന്നുകിൽ EFT മാനിഫെസ്റ്റേഷൻ ടെക്നിക് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം പഠിപ്പിക്കും. അതും എൻ്റെ കോഴ്സും ഉണ്ട് കേട്ടോ. വെൽത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അബൻഡൻസ് EFT കോഴ്സുണ്ട്. അത് സെപ്പറേറ്റ് കോഴ്സ്. വെൽത്ത് മാക്സിമൈസേഷന് വേണ്ടി മാത്രമുള്ള കോഴ്സ് വേറെ സെപ്പറേറ്റ് ഉണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വെൽത്ത് മാത്രമല്ല. ഇപ്പോൾ നമുക്ക് ഒരു നല്ല ലൈഫ് പാർട്ട്ണറെ കിട്ടണം, നമുക്ക് നല്ലൊരു ബിസിനസ് വളർത്തണം, ഇതെല്ലാം നമ്മൾക്കുണ്ട്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള റൂട്ടീനുണ്ട്. ഇത് വളരെ സയൻറ്റിഫിക്കാണ്. അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പാണ് ഫലം കിട്ടും. കാരണം ഞാനത് ചെയ്തിട്ടാണ് ഈ ലെവലിലെത്തിയത്. അതെനിക്ക് നല്ല ഉറപ്പാണ്. ചിലർ ചോദിക്കാറുണ്ട് കമൻറ്റിലൊക്കെ, സാർ ഇതൊക്കെ പറയുന്നുണ്ട്, സാറ് വല്ലതും നേടിയോ? ഞാൻ 2019 ജനുവരി മാസം 11-ാം തീയതി എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 550 രൂപയായിരുന്നു. ആ 550 രൂപയിൽ ഞാൻ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോഴും ആലോചിക്കുകയാണ് ഇതുപോലെ ഒരു യാത്രയിൽ വരാൻ വേണ്ടി കളമശ്ശേരിയിൽ. അപ്പോൾ അതിൽ 500 രൂപയും പോയി. പിന്നെ ഉള്ളത് 50 രൂപ 75 പൈസയും മറ്റുമാണ്. അപ്പോൾ 2019 നിന്ന് ഇപ്പോൾ ഈ 2026 എത്തുമ്പോൾ ഈ പറയുന്ന വില കൂടിയ വാഹനവും ഒക്കെ വാങ്ങിക്കാൻ സാധിച്ചെങ്കിൽ എനിക്കിതിലപ്പുറം വാങ്ങിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ലിമിറ്റ് വെച്ചിട്ട് പോകുന്നതാണ്. എന്തിനാ വെറുതെ? ആവശ്യത്തിനുള്ള കംഫർട്ട് മതി നമുക്ക്. അവിടെ നിലനിർത്തുകയാണ്. അതെനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല. നമ്മൾ ചെയ്തിട്ടാണ് പറയുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ ചുമ്മാ പറയുന്നതല്ല. അപ്പം ഞാൻ ചെയ്ത പിന്നെ എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പ്രോസസ്സ് അല്ല, സ്ലോ പ്രോസസ്സാണ്. കാരണം ഞാനൊരു സ്പിരിച്വൽ പേഴ്സണാണ്. ഞാൻ കൂടുതൽ സമയം മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ സമയം കൂടുതലും വിനിയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സ് സ്ലോയിലാണ്. ഇപ്പോൾ എടുത്തേക്കുന്ന വണ്ടി ഇത്ര ലക്ഷം രൂപയുടെ ആണെങ്കിൽ അടുത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 2 ലക്ഷം രൂപയുള്ള വണ്ടിയാണ്. അത് വരും, എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് ഒരു പ്രോസസ്സാണത്.
അപ്പോൾ ചിലർ ചോദിക്കും സാറെന്നാ കോടികളങ്ങ് ഉണ്ടാക്കി കാണിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ഉണ്ടാക്കാൻ എനിക്ക് പറ്റാനിട്ടല്ല. എൻ്റെ രീതിയിൽ എനിക്ക് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല. ഇതൊക്കെ ഓൺലൈനിലൂടെ മാർക്കറ്റ് ചെയ്താൽ ഇതിൽ കൂടുതൽ ആൾക്കാർ വരും. ഒരു വീഡിയോ കാണുന്ന പോലെയല്ല, നമുക്ക് ഫേസ്ബുക്ക് മേറ്റ ആഡ്സ് ഒക്കെ കൊടുത്താൽ കൂടുതൽ ആൾക്കാർ വരും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അത് ചെയ്ത് മടുത്തിട്ട് നിർത്തിയതാണ്. കാരണം എനിക്കിപ്പോൾ അങ്ങനെ നിൽക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം എൻ്റെ സേവനം ആവശ്യമുള്ള ഒരുപാട് പേര് ചുറ്റുമുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് എനിക്കറിയാം. കാരണം ആസ് എ സ്പിരിച്വൽ പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി കൂടുതൽ സമയം ഇപ്പം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോഴ്സ് തുടങ്ങുമ്പോൾ കോഴ്സിലായിരിക്കും നമ്മൾ വൈകുന്നേരം മൊത്തം ആ ഒരു ലെവലിൽ പോകും. വൈകിട്ട് ഒരു 8-8:30 ആ ടൈമിലൊക്കെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിന് നമുക്ക് EFTയും NLPയും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റും ഇത് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ക്ലാസ്സുകളുണ്ട്. NLP ഇപ്പോൾ നിങ്ങൾക്ക് ഒരു NLP പ്രാക്ടീഷണർ ആവണമെങ്കിൽ അതിന് വാലിഡ് സർട്ടിഫിക്കറ്റ്, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റ് അംഗീകൃതമായിട്ടുള്ള അക്രഡിറ്റഡ് സർട്ടിഫിക്കറ്റ്, ക്വാളിറ്റി അക്രഡിറ്റഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. EFT ആണെങ്കിൽ EFT ഞാൻ കാൾഡോസിന്റെ കീഴിലാണ് പഠിച്ചത്. ഈ വർഷം ഫെബ്രുവരിയിൽ EFT മാട്രിക്സ് റീംപ്രിന്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഞാൻ തായ്ലൻഡിൽ പോയിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ ഞാൻ ഈ കോഴ്സുകൾ പഠിച്ച് കൂട്ടിയത് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദറും എൻ്റെ വൈഫും തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും പഠിക്കുന്നത്? കാരണം നമ്മൾ ഒരു പുതിയ വിദ്യ പഠിച്ചാൽ ഒരാളെ സഹായിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിനുവേണ്ടി 1.5 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടാവും. അത് EFT കോഴ്സ് മൊത്തം പഠിക്കാനായിട്ട് നമുക്ക് 4-4.5 ലക്ഷം രൂപ ചിലവാണ്. അപ്പോൾ ആ വിദ്യ പഠിപ്പിക്കുമ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഓൺലൈനിൽ വന്ന് കസറുന്നത്. രണ്ട് അവന്മാർ നമ്മുടെ അടുത്ത് വരും, ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും. ഞാൻ പഠിപ്പിച്ചു കൊടുക്കത്തില്ല അവരെ. കാരണം അവര് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് അല്ലാതെയാണ് മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് EFT ഒക്കെ പഠിക്കുന്നവർ, NLP പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുമ്മാ ഒരു വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഒരു വാലിഡിറ്റി ഇല്ല. നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി വാലിഡ് ആണ്. അത് റേക്കി ആയിക്കൊള്ളട്ടെ, EFT ആയിക്കൊള്ളട്ടെ, NLP ആയിക്കൊള്ളട്ടെ, എല്ലാം വാലിഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാം. അതാണ് വേൾഡ് വൈഡ് വാലിഡ് ആണ്. അവർക്ക് പ്രാക്ടീസ് ചെയ്യാം, ലൈസൻസ് എടുക്കാം, ഇൻഷുറൻസ് കിട്ടും ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ. അപ്പോൾ ഇത് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഒരു കോഴ്സിന് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. ഞാൻ വിദേശികളിൽ നിന്നാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. കാരണം അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളികൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പൂർണ്ണമായിട്ട് പഠിപ്പിക്കാറില്ല, അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. ഞാൻ ഇപ്പോഴും വീണ്ടും പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ അറിവ് പൂർണ്ണമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. മലയാളി അങ്ങനെയല്ല. ഒരു ട്രെയിനറിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് യൂട്യൂബ് നോക്കിയിട്ട് മാനിഫെസ്റ്റേഷന്റെ ക്ലാസ് കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ വലിയ ലെവലിൽ എത്തിയിട്ടുണ്ട്. മാനിഫെസ്റ്റേഷന്റെ ക്ലാസ് NLPയും EFT ഒക്കെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് കൊടുക്കുമോ അതോ ഇത് എല്ലാം കൂടെ? സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് സെപ്പറേറ്റ് കൊടുക്കും. അത് സർട്ടിഫൈഡ് കോഴ്സ് അല്ല. സർട്ടിഫൈഡ് ആക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് എക്സ്ട്രാ പേയ്മെന്റ് വരും. കാരണം നമ്മൾ ഈ ഇന്റർനാഷണൽ അസോസിയേഷൻ എപ്പോഴും നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഇത് റിന്യൂ ചെയ്യുന്നത്. പല ട്രെയിനേഴ്സും അതൊന്നും ചെയ്യത്തില്ല. കാശ് മുടക്കിയിട്ട് പിന്നെ കാശുണ്ടാക്കാമല്ലോ. കാശ് മുടക്കിയാൽ എന്താ, നമ്മൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ആളുകൾ നമ്മൾ തേടിയെത്തും. അത് ഉറപ്പാണ്. ഇന്ന് മാനിഫെസ്റ്റേഷന്റെ കോഴ്സ് നടത്തുന്നവരൊക്കെ തന്നെ വലിയ തട്ടിപ്പുകളാണ് നടത്തുന്നതെന്ന് വളരെ ഉറപ്പാണ് എനിക്ക്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ ചിരി വരും. ഇവരുടെ പരിമിതമായ നോളജ് വെച്ചിട്ട് എങ്ങനെ ഇത്രയും കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നു പറയാനെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും പഠിച്ചിട്ട് പോലും എങ്ങും എത്തിയിട്ടില്ല, ഇനിയും പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ പരിമിതമായ നോളജ് വെച്ചിട്ട് കാശുണ്ടാക്കിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല അവർക്ക്, വേറെ ഒന്നുമില്ല. അതാണ് അത്ഭുതം. അതാണ് നമുക്ക് അത്ഭുതമായിട്ട് അതെ. യൂണിവേഴ്സിനെ നിയന്ത്രിക്കുന്ന കുറെ നിയമങ്ങളുണ്ട്. എന്റെ ബുക്കിൽ അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊരു 80-ലധികം നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് പ്രതിപാദിക്കുന്നത് യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അത് ആമസോണിൽ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. ഉണ്ട്. 2022 ഈ ബുക്ക് ഇറക്കിയത്. ഇതാണ് ആ ബുക്ക്. ആമസോണിലുണ്ട്. അതില് റിവ്യൂ എഴുതിയിട്ടുള്ളത് സ്റ്റീവ് ജി ജോൺസ് ആണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ സൂപ്പർമാൻ സിനിമയിലൊക്കെ അഭിനയിച്ച ആക്ടേഴ്സിനൊക്കെ ഹിപ്നോതെറാപ്പി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അത്രയും പ്രശസ്തനായ ഒരു വ്യക്തി നമ്മൾക്ക് ഒരു റിവ്യൂ തരിക എന്ന് പറയുന്നത് തന്നെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ്. മാനിഫെസ്റ്റേഷനെ പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ബുക്ക്. അതെ. ഞാൻ പലപ്പോഴും നമ്മുടെ കോഴ്സ് ചെയ്യുമ്പോൾ ആളുകളോട് പറയും ഈ ബുക്കും കൂടി നിങ്ങൾ വായിച്ചിരിക്കണം എന്ന് പറയും. അപ്പോൾ ആളുകൾ പലപ്പോഴും റോണ്ട ബേണിന്റെ ദ സീക്രട്ട് രഹസ്യം എന്നുള്ള ബുക്കൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിലും ബിയോണ്ട് ആണ് കാര്യങ്ങളുള്ളത്. അതിൽ വളരെ ബേസിക് ലെവലാണ്. അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ.
അപ്പൊ ഞാൻ ഇതിന്റെ പുറകെ റിസർച്ച് ചെയ്തിട്ട്, അന്നൊക്കെ ഇന്റർനെറ്റ് കിട്ടണമെങ്കിൽ വീട്ടിലില്ല, നമ്മളൊരു സ്ഥാപനത്തിൽ പോയി മണിക്കൂറിന് ഇത്ര രൂപ വെച്ച് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇന്റർനെറ്റ് കിട്ടുക. അങ്ങനെ മണിക്കൂറുകളോളം ഞാൻ ചെലവഴിച്ച് കുറേ ഫയൽസ് ഡൗൺലോഡ് ചെയ്തു, കുറേ ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തു. കാരണം എല്ലാ ബുക്കും മാർക്കറ്റിൽ ലഭ്യമല്ല. ചില ബുക്കുകൾ, പഴയ ബുക്കുകളൊക്കെ ഉണ്ട്. മാനിഫെസ്റ്റേഷന്റെ ചിലർ ഇപ്പൊ ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ് ഒന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ചാൾസ് എഫ് ഹാനലിന്റെ ബുക്കൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷന്റെ ബൈബിളാണ്. പിന്നെ അതുപോലെ തന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അതൊക്കെ പലരും പറഞ്ഞു തുടങ്ങി. കോടീശ്വര രഹസ്യങ്ങൾ, അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. ഇതെല്ലാം ഒരു ആയിരക്കണക്കിന് ബുക്കുകൾ ഞാൻ ഈ 10-26 വർഷത്തിനുള്ളിൽ വായിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിന്റെ നോളജ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്റേതായ രീതിയിൽ ഇത് ലോകത്തെ അറിയിക്കണം. അപ്പോൾ ഞാൻ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കോഴ്സ് ചെയ്തിരുന്നു, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ കോഴ്സ് ഞാൻ ചെയ്തത് അണ്ടർ അപ്പോളോ ഹോസ്പിറ്റലാണ്. അവർ ഓൺലൈൻ കോഴ്സായിട്ട് നടത്തിയിട്ട് ഒരു 3 ആഴ്ചത്തെ ഡയറക്റ്റ് കോൺടാക്ട് ക്ലാസ് നടത്തി. അവിടെ വെച്ചിട്ട് PS റെഡ്ഡി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഞങ്ങളെ ലീഡ് ചെയ്തിരുന്നു. PS റെഡ്ഡി സാറ് ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മസ്റ്റ് റീഡ് എന്ന് പറഞ്ഞിട്ട് ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറ് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ, സർ ഷാൽ ഐ നോ മോർ അബൌട്ട് ദിസ് ബുക്ക് എന്ന് ചോദിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. അപ്പം അദ്ദേഹം പറഞ്ഞു, യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ആസ്ക് മീ, യു വിൽ ഗെറ്റ് ദാറ്റ് ബുക്ക്, ഐ വിൽ സെൻഡ് ടു യു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇത്രയും ഹോൾ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുന്ന വ്യക്തി നമ്മളെ ഓർക്കുമോ. ഒരു 2-2.5 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്പീഡ് പോസ്റ്റ് വന്നിരിക്കുകയാണ്, ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക്. ഞാൻ വെറുതെ അട്രാക്ട് ചെയ്തു. എൻ്റെ റൂംമേറ്റിനോട് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടാ ഇതിന്റെ ഒരു വീഡിയോ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പത്തനംതിട്ടയിലേക്ക് അവൻ പോയപ്പോൾ ഞാനൊരു പെൻഡ്രൈവ് കൊടുത്തു വിട്ടു. കിങ്സ്റ്റന്റെ ഒരു പെൻഡ്രൈവ് ആണ്, ഒരു ബ്ലാക്ക് കളർ. അത് കൊടുത്തു വിട്ടിട്ട് അവന്റെ ഫാദർ റിനൈ മെഡിസിറ്റിയിൽ വന്നപ്പോൾ, ഞാൻ എറണാകുളത്താണല്ലോ, പറവൂരിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവനത് കോപ്പി ചെയ്തിട്ട് എനിക്ക് ആ പെൻഡ്രൈവ് തന്നത് അവന്റെ അച്ഛൻ കൊണ്ടുവന്ന് എനിക്ക് തന്നു. അവന്റെ ഫാദർ, അവന്റെ പപ്പയാണ് എനിക്കത് തരുന്നത്. അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ഇരുന്ന് കണ്ടതും ഇതിന്റെ റിസർച്ചിന്റെ ഭാഗമാണ് ഇതൊക്കെ. സീക്രട്ടിന്റെ വീഡിയോ അത് വളരെ ലോകപ്രശസ്തമാണ്. റോണ്ട ബേൺ ആണത്. പല ലോകപ്രശസ്തരായിട്ടുള്ള ട്രെയിനേഴ്സിനെയും കോച്ചസിനെയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ആ ഡോക്യുമെന്ററി ചെയ്തേക്കുന്നത്. ദ സീക്രട്ട് എന്ന് പറയുന്ന മൂവി. ആ മൂവി എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ഞാൻ തീരുമാനം എടുത്തു. ഞാൻ ഈ PS റെഡ്ഡി സാറിനോട് നന്ദി പറഞ്ഞു. സാർ താങ്ക് യു ഫോർ ദിസ് ബുക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെയ്ത റിസർച്ച് സ്റ്റഡീസ് പുള്ളിക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, വൈ ഡോണ്ട് യു റൈറ്റ് എ ബുക്ക് എന്നോട് ചോദിച്ചു. എന്തുകൊണ്ട് നിങ്ങളൊരു ബുക്ക് ചെയ്തുകൂടാ? അങ്ങനെയാണ് ആ ആശയം എനിക്ക് തന്നത് PS റെഡ്ഡി സാറാണ്. താങ്ക്സ് ടു PS റെഡ്ഡി സാർ. അപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ബുക്കാക്കി മാറ്റണം എന്നുള്ള ചിന്ത മനസ്സിൽ വന്നത്. അത് 2008-ലാണ്. പക്ഷേ ഇത് ഫ്രൂട്ട്ഫുൾ ആയത്, ഞാനിത് ആലോചിച്ച് നോക്കണം. മാനിഫെസ്റ്റേഷന്റെ വേറൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഞാൻ ഈ ബുക്ക് ഒരു ബെസ്റ്റ് സെല്ലർ ആവണം എന്നുള്ള മോഹത്തിലാണ് ഇത് എഴുതി വെച്ചത്. അങ്ങനെ ഞാൻ ജേക്കോ പബ്ലിഷേഴ്സ്, അങ്ങനെ കുറേ പബ്ലിഷേഴ്സിന് അയച്ചു കൊടുത്തു. അവസാനം പെഗാസസ് പബ്ലിഷേഴ്സിൽ ഒരു ലേഡി, അവരെന്നോട് പറഞ്ഞു, ഐറിൻ എന്ന് പറഞ്ഞ ലേഡിയാണ്, അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ ബുക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സമയം തന്നു. അന്ന് ഞാൻ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അവർ ഏപ്രിലിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ മെയിൽ സബ്മിറ്റ് ചെയ്തു, റിജക്ട് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സും എടുത്തിട്ട് ഇതെല്ലാം വലിച്ചെറിഞ്ഞ് മൂലയ്ക്ക് ഇട്ടു. പിന്നീട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം 2022 ബെസ്റ്റ് സെല്ലറായി. അത് ആമസോണിലാണ്. ഇന്നിപ്പോ ഇത് ആമസോണിൽ ബുക്കായിട്ടുള്ള പരുവത്തിലുണ്ട്, PDF പരുവത്തിലും നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കിൻഡിൽ ബുക്കും വേർഷൻ അവൈലബിൾ ആണ്, വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ അന്ന് ഞാനത് പബ്ലിഷ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ബുക്ക് ഷെൽഫിൽ ഇരുന്ന് പോയേനെ. ഇന്നിപ്പോൾ അത് വേൾഡ് വൈഡ് അവൈലബിൾ ആയി. അപ്പം ദൈവം നമുക്ക് നല്ലതൊന്നാണ് യൂണിവേഴ്സ് നമുക്ക് നിശ്ചയിച്ചിരുന്നെങ്കിൽ അത് വരും. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ വരും. അതുപോലെ തന്നെ വലുത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഒരു ഫേമസ് ഒരു ട്രെയിനർ, ഒരു കോച്ചിനെ കൊണ്ട്, വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് എനിക്ക് അതിനകത്ത് റിവ്യൂ എഴുതിക്കണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫോർവേഡ് എഴുതിക്കണം. അപ്പൊ റിവ്യൂ തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം റിവ്യൂ തന്നു. അപ്പൊ അതൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്.